പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം അതിലെ 5-ാം വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആമേൻ. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ക്ഷതങ്ങളുണ്ട്, മുറിവുകളുണ്ട്. ഏത് തരത്തിലുള്ള മുറിവുകളായാലും, ആത്മീയമായ മുറിവുകൾ, ആന്തരിക മുറിവുകൾ, നമ്മുടെ തന്നെ രോഗാവസ്ഥകൾ, എന്തവസ്ഥകൾ തന്നെ ആയിരുന്നാലും ഈ വചനം വിശ്വാസത്തോടെ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറുന്നു. അത് അതുപോലെ തന്നെ സംഭവിക്കുന്നു. യേശുവിൻ്റെ മുറിവിൽ നാം ശരണം കണ്ടെത്തുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. അപ്പോൾ രോഗത്തിലായിരിക്കുന്ന ഓരോരുത്തരും ഈ വചനം വിശ്വാസത്തോടെ ഉറക്കെ പ്രഖ്യാപിക്കുക: അവൻ്റെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. വിശ്വാസത്തോടെ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. നമ്മൾ സംശയിക്കാതെ വിശ്വാസത്തോടുകൂടി ചോദിക്കണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യമാണ്. സംശയമനസ്കനും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതരുത്. ആകയാൽ വിശ്വാസത്തോടെ ഈ വചനം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അതേപോലെ സംഭവിക്കുകയും നമുക്ക് അനുഭവമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുറിവിൽ ശരണം കണ്ടെത്തുക. അവൻ്റെ ക്ഷതങ്ങളാൽ സൗഖ്യമാക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. നമുക്ക് വേണ്ടിയാണ് ഈശോ ശിക്ഷ ഏറ്റെടുത്തത്. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. നാം തീർച്ചയായും അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് യേശുവിൻ്റെ മുറിവുകളാൽ, യേശുവിൻ്റെ കുരിശുമരണത്താൽ നാം രക്ഷ പ്രാപിച്ചു. ആകയാൽ അവൻ്റെ മുറിവിൽ, ഓരോ മുറിവിലും നമുക്കുള്ള സൗഖ്യമുണ്ട്. യേശുവിൻ്റെ മുറിവുകളിലേക്ക് നമുക്ക് നോക്കാം. യേശുവിൻ്റെ മുറിവിൽ നമുക്ക് ആശ്രയിക്കാം. അവിടെ നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ മുറിവുകൾ നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ തീർച്ചയായും യേശുവിൻ്റെ രക്തം നമ്മെ സൗഖ്യപ്പെടുത്തും. ഓരോ രോഗിയും വിശ്വാസത്തോടെ, സംശയിക്കാതെ ഈ വചനം ഉറക്കെ ഏറ്റുപറയട്ടെ, ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. കർത്താവിൻ്റെ വാഗ്ദാനം നമ്മളിൽ നിറവേറും. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. ആമേൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനത്തിൻ്റെ സൗഖ്യം അവരിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ക്രൂശിതനായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മുറിവുകളിലേക്ക് നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രോഗികളായ എല്ലാവരെയും ഈ നിമിഷം അങ്ങയുടെ മുറിവുകളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചനത്തിൻ്റെ യോഗ്യതയാൽ, കർത്താവിൻ്റെ തിരുമുറിവുകളുടെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളും ഈ നിമിഷം ദൈവാത്മാവിൻ്റെ ശക്തിയാൽ സൗഖ്യപ്പെടട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഓരോ രോഗികളെയും പൊതിയട്ടെ. പ്രത്യേകിച്ച് ആന്തരിക മുറിവുകളുള്ളവർ യേശുവിൻ്റെ തിരുരക്തത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ. സാധിക്കുന്നവരെല്ലാം ഈ ദൈവവചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ദൈവത്തിൻ്റെ വചനം എല്ലാവരിലും എത്തിക്കുകയും ചെയ്യുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആമേൻ.